അദാനി ഗ്രൂപ്പിനെ വിറപ്പിച്ച് ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുകയാണ്. 2017 സ്ഥാപിതമായ ഷോർട്ട് സെല്ലിംഗിന് പേരുകേട്ട US നിക്ഷേപക ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ സ്ഥാപകൻ നേറ്റ് ആൻഡേഴ്സൺ തന്നെയാണ് സ്ഥാപനം അടച്ചുപൂട്ടുന്നതായി പ്രഖ്യാപിച്ചത്. കോർപ്പറേറ്റ് വഞ്ചനയും കൊടുകാര്യസ്ഥതയും തുറന്നുകാട്ടുന്നതിന് പേരുകേട്ട ഈ സ്ഥാപനം നിക്കോള കോർപ്പറേഷൻ, ഇക്കാൻ എന്റർപ്രൈസസ്, അദാനി ഗ്രൂപ്പ് തുടങ്ങിയ കമ്പനികളെ വിറപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും മറ്റു താൽപ്പര്യങ്ങൾ പിന്തുടരാനുമുള്ള വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആൻഡേഴ്സൺ സ്ഥാപനം പൂട്ടുന്നതിന്റെ പ്രഖ്യാപനം നടത്തിയത്. ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടാനും യാത്ര ചെയ്യാനും തന്റെ പ്രതിശ്രുത വധുവിനും കുട്ടിക്കുമൊപ്പം സമയം ചെലവഴിക്കാനുമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് ആൻഡേഴ്സൺ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഭാവിയിൽ അവരെ പരിപാലിക്കാൻ ആവശ്യമായ പണം താൻ സമ്പാദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇൻഡെക്സ് ഫണ്ടുകളിലും മറ്റു കുറഞ്ഞ സമ്മർദ്ദ നിക്ഷേപങ്ങളിലും തന്റെ പണം നിക്ഷേപിക്കാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാൾസ്ട്രീറ്റ് ജേർണലിന് നൽകിയ അഭിമുഖത്തിലാണ് ആൻഡേഴ്സന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നത്. ഹിൻഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനം ആരംഭിക്കുമ്പോൾ നിശ്ചയിച്ചിരുന്ന ആശയങ്ങളെല്ലാം പൂർത്തീകരിക്കാനായതിനാലാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതെന്ന് നേറ്റ് ആൻഡേഴ്സൺ കുറിച്ചു. സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ നേറ്റ് ആൻഡേഴ്സൺ പങ്കുവച്ച കുറിപ്പിലും അദ്ദേഹം കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിൻഡൻബർഗ് തന്നെ നിർവചിക്കുന്ന കേന്ദ്ര ബിന്ദുവല്ല, ജീവിതത്തിന്റെ ഒരു അധ്യായം മാത്രമായിരുന്നുവെന്നും നേറ്റ് ആൻഡേഴ്സൺ പറഞ്ഞു. ശതകോടീശ്വരൻ ഗൗതം അദാനിയുടെയും കമ്പനികളുടെയും ഓഹരി ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവന്ന ഷോർട്ട് സെല്ലിംഗ് കമ്പനിയായിരുന്നു ഹിൻഡൻബർഗ് റിസർച്ച്. 2023 ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ടുകൾ അദാനിയുടെയും അദ്ദേഹത്തിന്റെ കമ്പനികളുടെയും കോടിക്കണക്കിന് ഡോളർ തുടച്ചു നീക്കുന്നതിൽ കലാശിച്ചു. അദാനിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ രേഖകളും മറ്റ് ആശയവിനിമയങ്ങളും സംരക്ഷിക്കാൻ ഹൗസ് ജുഡീഷ്യറി കമ്മിറ്റി അംഗമായ ഒരു റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം നീതിന്യായ വകുപ്പിനോട് ആവശ്യപ്പെട്ട ദിവസങ്ങൾക്കുള്ളിലാണ് ആൻഡേഴ്സന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അദാനി ഗ്രൂപ്പ് ആയിരുന്നു ഹിൻഡൻബർഗ് റിസർച്ചിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത്. 2023 മുതൽ ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അദാനിക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് വരുത്തിവെച്ചത്. അതേസമയം എല്ലാ കുറ്റങ്ങളും അദാനിയും കമ്പനികളും നിഷേധിച്ചു. ഈ കോളിളക്കം അടങ്ങും മുമ്പ് തന്നെ 2024 ഓഗസ്റ്റ് 10 സെബിയുടെ ചെയർമാൻ മാധബി പുരി ബുച്ചിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിന് അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്ന് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവിട്ടു. അദാനി ഗ്രൂപ്പിന്റെ വിദേശ സ്ഥാപനങ്ങളിൽ മാധബി പുരി ബുച്ചും ഭർത്താവ് ധവാൽ ബുച്ചും നിക്ഷേപം നടത്തിയെന്നും അദാനി കേസ് അന്വേഷണത്തിൽ മാധബിയുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്നും ആരോപണം. ഇതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കുറഞ്ഞത് 16 സ്ഥാപനങ്ങൾക്കെതിരെ ഹിൻഡൻബർഗ് ക്രമക്കേട് ആരോപണങ്ങൾ ഉയർത്തുകയും അതിന്റെ തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമമായ ട്വിറ്റർ ഇലോൺ മസ്ക് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില അപാകതകൾ ഹിൻഡൻബർഗ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാസങ്ങളും വർഷങ്ങളും നീളുന്ന ഗവേഷണങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് പല വ്യാവസായിക സ്ഥാപനങ്ങൾക്കുമെതിരെ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ഇതോടെ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചടി. ഈ ഒരു തിരിച്ചടി മുതലെടുത്താണ് ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭമുണ്ടാക്കുന്നതാണ് ഹിൻഡൻബർഗ് ചെയ്യുന്നത്. ഒരു ഓഹരി അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ വില ഇടിയുമെന്ന കാൽക്കുലേഷനിൽ സ്വീകരിക്കുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഷോർട്ട് സെല്ലിംഗ്.